ഇനി നെക്സ്റ്റ് LED ഇൻ്റർഫേസിംഗ് ആണ്. AVR Studio ഓപ്പൺ ചെയ്യുക. ഞാൻ പഴയ പോലെ തന്നെ നമ്മൾ ഫയലിന് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. നമ്മൾ ഇത്തവണ ചെയ്യുന്നത് CRCPP-യിലാണ്. അതുകൊണ്ട് CRCPP-യിൽ നമ്മൾ എക്സിക്യൂട്ടബിൾ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, നെയിം കൊടുക്കും. ഞാനിപ്പോൾ തൽക്കാലം LED എന്നുള്ളൊരു നെയിമാണ് കൊടുക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്തു. പിന്നെ നമുക്ക് കൺട്രോൾ സെലക്ട് ചെയ്യാനുള്ളത്, അപ്പോൾ അതിൽ Atmega 32 സെർച്ച് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് ഈ വന്നിട്ടുള്ള വിൻഡോയിലാണ് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്തു. അതിൽ ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് കമാൻഡ്സ് ആണ്. അത് നമുക്ക് പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യില്ല. അതിനകത്ത് എന്ത് ടൈപ്പ് ചെയ്താലും പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യില്ല. ഇനി ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതെല്ലാം ഹെഡറാണ്. 2 ഹെഡറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോഗ്രാമാണ്. അതിലേക്ക് DDSC0XFF എന്ന് പറഞ്ഞാൽ പോർട്ട് C ഔട്ട്പുട്ടാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് നെക്സ്റ്റ് ലൂപ്പിനകത്താണ് പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അത് പോർട്ട് C ഹൈ ആക്കാൻ വേണ്ടി, LED ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് 0XFF എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിലേ 1000 millisecond കൊടുത്തിട്ടുണ്ട്, അതായത് 1 സെക്കൻഡ് ഇതിനടുത്തേക്ക് ഓൺ ആയിരിക്കും. പിന്നെ പോർട്ട് C 0XFF00 കൊടുത്തിട്ടുണ്ട്, അതായത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും 1 സെക്കൻഡ് നേരത്തേക്ക്. ദെൻ നെക്സ്റ്റ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് നോക്കുക. ബിൽഡ് ചെയ്തപ്പോൾ എററൊന്നുമില്ല. ഇനി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അത് സേവ് ചെയ്യുക. ജസ്റ്റ് ഫയലിൽ സേവ് LED.c എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇനി AVR ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ പ്രോട്ടിയസ് ആണ്. പ്രോട്ടിയസ് എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. അതിൽ ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനിയുള്ളത് നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. തൽക്കാലം നെയിം ഇവിടെ LED ഇൻ്റർഫേസ് എന്നുള്ള നെയിം കൊടുത്തു. എക്സ്റ്റൻഷൻ കളയരുത്. .pds അതിനുള്ള ഫയൽ അവിടെ ഇരിക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ കാണുന്നത് ക്രിയേറ്റ് സ്കീമാറ്റിക് എന്ന് സെലക്ട് ടെംപ്ലേറ്റ് കൊടുത്തു. അതിൽ ലാൻഡ്സ്കേപ്പ് A0 എന്നുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഡു നോട്ട് ക്രിയേറ്റ് PCB ലേഔട്ട് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് നോ ഫേംവെയർ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ദെൻ ഫിനിഷ്. ഇനി P എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്സ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് Atmega 32 ആണ്. Atmega സ്പേസ് ഇല്ല 32 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടും. അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അതവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെയും പ്ലേസ് ചെയ്യാം. മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും. എന്നിട്ട് എവിടെയും പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് LED ആണ്. അപ്പോൾ LEDക്ക് വേണ്ടി LED, ഞാൻ ഗ്രീൻ കളറാണ് വേണ്ട, അപ്പോൾ ഗ്രീൻ സെർച്ച് ചെയ്തു. LED ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അനിമേറ്റഡ് LED മോഡലാണത്, അത് മാത്രമേ നമുക്ക് സിമുലേഷൻ കാണാൻ കഴിയൂ. ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ പോർട്ട് സിയുടെ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിന് വേണ്ടി ആ ടൂൾ ബാറിൽ ഗ്രൗണ്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എടുത്ത് എന്നിട്ട് ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പോർട്ട് C എന്നാണ് ഹൈ ആക്കേണ്ടത്. ആ പോർട്ട് സിയിൽ ഏതെങ്കിലും ഒരു പിൻ നിന്ന് അടുത്ത LED പോസിറ്റീവിലേക്ക് കൊടുത്തു, നെക്സ്റ്റ് നെഗറ്റീവ് കൊടുത്തിട്ട് ഗ്രൗണ്ടിൽ ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സർക്യൂട്ട് കണക്ഷൻ. അതിൻ്റെ നമ്മുടെ കൺട്രോളിൻ്റെ സെൻറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യേണ്ട ഭാഗം വരും. അതിലേക്ക് പ്രോഗ്രാം ഫയൽ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് ഒരു ഫോൾഡറിൻ്റെ ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ നമ്മുടെ പ്രോഗ്രാം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം മെയിൻലി ഇരിക്കുന്നത് ഹോമിൽ ഡോക്യുമെൻറ്റ്സിൽ AVR Studio 5.1 എന്നുള്ള ഫോൾഡറിലായിരിക്കും. അപ്പോൾ നമ്മളതിൽ നിന്ന് LED എന്നാണ് നമ്മൾ നേരത്തെ നെയിം സേവ് ചെയ്തത്. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ LED വീണ്ടും അത് ഓപ്പൺ ചെയ്തു. ഡീബഗ് ഓപ്പൺ ചെയ്ത ഹെക്സ് ഫയൽ കാണാം, .led.hex എന്നുള്ള ഫയൽ, അത് ഓപ്പൺ ചെയ്തു. ദെൻ ഓക്കെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ദെൻ നമുക്ക് ഇനി റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം.